അടുത്തിടെ പറഞ്ഞത് 3 ഇഡിയറ്റ്സിലെ റാഞ്ചോ എന്ന കഥാപാത്രം സോനം വാങ്ചുക്കിനെ ആസ്പദമാക്കി സൃഷ്ടിച്ചതല്ലെന്നും സിനിമ നിർമ്മിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ തനിക്ക് അറിയില്ലായിരുന്നു എന്നുമാണ്. അത് ശരിയായിരിക്കാം. റാഞ്ചോ എന്ന കഥാപാത്രത്തിന് ഒരുപക്ഷെ സോനം വാങ്ചുക്കുമായി യാതൊരു ബന്ധവും ഇല്ലായിരുന്നിരിക്കാം. പക്ഷെ ഇന്ന് ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇതുവരെ അരാഷ്ട്രീയവാദികളായിരുന്ന ലക്ഷക്കണക്കിന് യുവാക്കൾ സമരമുഖത്ത് പാറ്റകൾ പോലെ കൂട്ടം കൂടുന്നതിന് പ്രചോദനമായ പേരാണ് സോനം വാങ്ചുക്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിലും കാലാവസ്ഥാ നവീകരണത്തിലും സുസ്ഥിര സാങ്കേതിക വിദ്യയിലും ജനകീയ പ്രക്ഷോഭങ്ങളിലും സ്വന്തം ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ് സോനം വാങ്ചുക്. എന്നിട്ടും നിങ്ങൾക്ക് സോനം വാങ്ചുക് ആരാണെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. കാരണം ഒരു സിനിമാ കഥാപാത്രത്തെക്കാൾ അതിശയിപ്പിക്കുന്ന ജീവിതമാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യവുമായാണ് സോനം വാങ്ചുക് തന്റെ നിരാഹാര സമരം ആരംഭിച്ചത്. കൂടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മെമ്പർമാരും നിരാഹാരം കിടക്കുന്നുണ്ട്. സമരം തുടങ്ങി 21ാം ദിവസം സോനം വാങ്ചുക്കിനെ ജന്തർ മന്ദറിൽ നിന്ന് അധികൃതർ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അവിടെ വെച്ച് സമരം പൊളിയുമെന്ന് പലരും കരുതിയിരുന്നെങ്കിലും അത് നടന്നില്ല. പൂർവാധികം ശക്തിയോടെ അദ്ദേഹം തിരിച്ചെത്തി സമരം തുടരുകയാണ്. സത്യത്തിൽ സർക്കാരിനോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി നിരാഹാര സമരത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഇന്ത്യയെ പോലെ മറ്റൊരു രാജ്യമുണ്ടാകില്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധക്കാർ റോഡുകൾ ഉപരോധിക്കും, റാലികൾ നടത്തും, മുദ്രാവാക്യങ്ങൾ വിളിക്കും. ഇന്ത്യക്കാരും അതെല്ലാം ചെയ്യും. പക്ഷേ ഭക്ഷണം ഉപേക്ഷിച്ചുള്ള പ്രതിഷേധമാണ് നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഈ തരം സമരം ഇന്ത്യയിൽ കൊണ്ടുവന്നത് മറ്റാരുമല്ല, നമ്മുടെ രാഷ്ട്രപിതാവ് തന്നെയാണ്. 1918 മുതൽ 1948 കൊല്ലപ്പെടുന്നതുവരെ മിനിമം 15 നിരാഹാര സമരങ്ങളെങ്കിലും മഹാത്മാഗാന്ധി നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ദൈർഘ്യമേറിയത് 21 ദിവസമാണ് നീണ്ടുനിന്നത്. ഇന്ന് സോനം വാങ്ചുക്കിന്റെ സമരം 25ാം ദിവസത്തിലേക്കാണ് കടന്നു പോകുന്നത്. 1966 ലഡാക്കിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് സോനം വാങ്ചുക് ജനിച്ചത്. ആ ഗ്രാമത്തിൽ അന്നൊരു സ്കൂൾ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 9 വയസ്സ് വരെ അദ്ദേഹത്തെ പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ അമ്മയാണ്. പ്രൈമറി എഡ്യൂക്കേഷൻ ലഭിച്ചിട്ടില്ലെങ്കിലും തന്റെ അമ്മയാണ് ഏറ്റവും നല്ല ടീച്ചർ എന്ന് വാങ്ചുക് എപ്പോഴും പറയാറുണ്ട്. പിതാവ് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചതിനെ തുടർന്ന് കുടുംബം ശ്രീനഗറിലേക്ക് താമസം മാറിയപ്പോഴാണ് അദ്ദേഹം ആദ്യമായി സ്കൂളിൽ ചേർന്നത്. എന്നാൽ ക്ലാസുകൾ മുഴുവൻ ഉറുദുവിലായിരുന്നു. ഒരു വാക്ക് പോലും മനസ്സിലാകാത്ത ഭാഷ. അതിനൊപ്പം തന്നെ വിദ്യാർത്ഥികളെ മനസ്സിലാക്കാത്ത, പേടിപ്പിക്കുന്ന, മർദ്ദിക്കുന്ന അധ്യാപകരും. അത്തരം വിദ്യാഭ്യാസ രീതികളോട് പൊരുത്തപ്പെടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ വാങ്ചുക് അധികം വൈകാതെ സ്കൂൾ വിട്ടു. പിന്നീട് വാങ്ചുക് സ്കൂളിംഗ് മുഴുവനാക്കിയത് അതിർത്തി പ്രദേശങ്ങളിലെയും ആദിവാസി മേഖലയിലെയും കുട്ടികൾക്കായി സ്ഥാപിച്ചിരുന്ന ഡൽഹിയിലെ കേന്ദ്ര വിദ്യാലയത്തിലാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള തന്റെ താല്പര്യം പിതാവിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് സ്വന്തമായി അധ്വാനിച്ചാണ് അദ്ദേഹം കോളേജിലെ ഫീസും മറ്റു ചെലവുകളും നടത്തിയിരുന്നത്. വെറും 22ാം വയസ്സിലാണ് സോനം വാങ്ചുക് ലഡാക്കിലേക്ക് മടങ്ങിയെത്തി തന്റെ 5 സുഹൃത്തുക്കളുമൊത്ത് സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക് സെക്മോൾ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. അന്ന് ലഡാക്കിലെ ഏകദേശം 95% വിദ്യാർത്ഥികളും സർക്കാർ പരീക്ഷകളിൽ തോറ്റുപോകുമായിരുന്നു. കുട്ടികളാണോ പരാജയപ്പെടുന്നത്, അതോ വിദ്യാഭ്യാസ സംവിധാനമാണോ അവരെ പരാജയപ്പെടുത്തുന്നത് എന്ന വാങ്ചുക്കിന്റെ ഒറ്റ ചോദ്യത്തിൽ നിന്നാണ് തോറ്റുപോകുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ബദൽ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളിലൊന്നായ സെഗ്മോൾ ജനിച്ചത്. ഈ ഒരു സ്കൂൾ കംപ്ലീറ്റ്ലി സോളാർ പവേർഡ് ആണ്. മാത്രമല്ല അത് നടത്തുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും എന്തിന് പാചകം പോലും വിദ്യാർത്ഥികൾ സ്വന്തമായാണ് ചെയ്യുന്നത്. സോനം വാങ്ചുക്കിന്റെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കണ്ടുപിടുത്തമാണ് ഐസ് തൂപ. ലഡാക്കിൽ വിന്ററിൽ ഐസായി ലഭിക്കുന്ന വെള്ളം പൈപ്പുകളിലൂടെയും നോസിലുകളിലൂടെയും ഒഴുക്കി വെള്ളത്തിന്റെ ഒരു ഐസ് കൂമ്പാരം പോലെയാക്കി പ്രിസർവ് ചെയ്യുന്ന ടെക്നോളജിയാണ് ഐസ് തൂപ. ഈ വെള്ളം സ്പ്രിംഗിലും സമ്മറിലും പതുക്കെ ഉരുക്കി പുറത്തേക്ക് ഒഴുകും. ലഡാക്കിലെ വരണ്ട ഉയർന്ന പ്രദേശങ്ങളിലെ കർഷകർക്ക് ഏറ്റവും ആവശ്യമായ സമയത്ത് ഈ വെള്ളം ഉപയോഗിക്കാനാകും. ഇത്തരത്തിൽ 6 ഐസ് തൂപ്പുകളിൽ ഏകദേശം 3 കോടി ലിറ്റർ വെള്ളമാണ് സംഭരിക്കാൻ കഴിയുക. 2026 ജൂൺ 28-നാണ് സോനം വാങ്ചുക് ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നത്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ പതിറ്റാണ്ടുകളായി മാറ്റിമറിക്കാൻ ശ്രമിക്കുന്ന പരിഷ്കർത്താവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമാണ്. വിദ്യാർത്ഥികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് സർക്കാരിന്റേതാണ്. ചോദ്യപേപ്പർ ചോർന്നത് അവരുടെ വീഴ്ചയാണ്. പക്ഷെ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് വിദ്യാർത്ഥികളും. അദ്ദേഹത്തിന്റെ ഈ വാക്കുകളാണ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ പ്രതിഷേധിക്കാൻ ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് ശക്തി പകരുന്നത്. വാങ്ചുക് ഇത് ആദ്യമായിട്ടല്ല നിരാഹാര സമരം നടത്തുന്നത്. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കില് നിർദ്ദേശിക്കപ്പെട്ട ഖനന വ്യവസായ പദ്ധതികൾ പരിസ്ഥിതിക്ക് സൃഷ്ടിച്ചേക്കാവുന്ന ഭീഷണി ചൂണ്ടിക്കാട്ടി 2023 ജനുവരിയിൽ ലഡാക്കിൽ 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ക്ലൈമറ്റിൽ അദ്ദേഹം 5 ദിവസത്തെ നിരാഹാര സമരം നടത്തിയിരുന്നു. 2024 മാർച്ചിൽ ലഡാക്കിന് ഭരണഘടനയുടെ 6th ഷെഡ്യൂൾ 6ാം പട്ടിക പദവി നൽകണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം ലേഹിൽ 21 ദിവസത്തെ നിരാഹാര സമരം നടത്തിയിരുന്നു. അതേ വർഷം തന്നെ 100 കണക്കിന് പ്രതിഷേധക്കാരോടൊപ്പം ഡൽഹി ചലോ പദയാത്ര എന്ന പേരിൽ ലേഹിൽ നിന്ന് ഡൽഹിയിലേക്ക് ഏകദേശം 1000 കിലോമീറ്റർ ദൈർഘ്യമുള്ള പദയാത്രയ്ക്കും അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. 2025 സെപ്റ്റംബറിൽ ലഡാക്കിന്റെ ആവശ്യങ്ങൾ വീണ്ടും ദേശീയ ശ്രദ്ധയിൽ വരുന്നതിനായി സോനം വാങ്ചുക് ലേഹിൽ മറ്റൊരു നിരാഹാര സമരവും ആരംഭിച്ചു. ഈ വർഷം ജൂൺ 28-ന് നിലവിലെ നിരാഹാര സമരം പ്രഖ്യാപിച്ചപ്പോൾ സോനം വാങ്ചുക് പറഞ്ഞു, മുൻപ് ഞാൻ ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച എന്ന കണക്കിലാണ് സമരം നടത്തിയിട്ടുള്ളത്. ഇതെന്റെ 6ാമത്തെ നിരാഹാര സമരമാണ്. ഇത്തവണ ഇത് 6 ആഴ്ച നീളും, അല്ലെങ്കിൽ മരണം വരെ നീളും. അത് വെറും വാക്കല്ലാത്തത് കൊണ്ട് തന്നെ ജെൻസിയുടെ ഏറ്റവും ശക്തമായ പ്രതിഷേധ മുഖമായി മാറിയിരിക്കുകയാണ് സോനം വാങ്ചുക്. ഇന്ന്
സമാധാനപരമായി പ്രതിഷേധിക്കുന്ന സമരക്കാരെ ഓടിക്കാനും അവരുടെ ചോദ്യങ്ങളെ അടിച്ചമർത്താനും ഭരണകൂടം അവർക്ക് മേൽ കണ്ണീർ വാതകം പ്രയോഗിക്കുന്നു. ലാത്തി ചാർജിന് ഉത്തരവിടുന്നു. സോനം വാങ്ചുക്കിനെ ബലം പ്രയോഗിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അദ്ദേഹം ആന്റി നാഷണൽ ആണെന്ന് മുദ്രകുത്തുന്നു. സമരം നടക്കുന്നിടത്തെ ഇന്റർനെറ്റ് കണക്ഷൻ കട്ട് ചെയ്യുന്നു. സമരക്കാരെ അനാവശ്യമായി അറസ്റ്റ് ചെയ്യുന്നു. പാർലമെന്റിന്റെ കവാടങ്ങളെല്ലാം അടച്ചിടുന്നു. സമരക്കാരെ കൈകാര്യം ചെയ്യാൻ പോലീസാണെന്ന പേരിൽ വരുന്ന പലർക്കും നെയിം ടാഗുകളില്ല. ഡൽഹിയിലുള്ള ചില വിദ്യാർത്ഥികൾ പറയുന്നത് ജന്തർ മന്ദറിനടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുന്നുണ്ടെങ്കിലും വാതിലുകൾ തുറക്കുന്നില്ല എന്നാണ്. ഒരു കാലത്ത് രാഷ്ട്രീയം തങ്ങളുടേതല്ലെന്ന് കരുതി മൗനം പാലിച്ചിരുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് യുവാക്കളെ സ്വന്തം അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താൻ സോനം വാങ്ചുക് പ്രേരിപ്പിച്ചിട്ടുണ്ട്. വർഷങ്ങളായി സാമൂഹിക വിഷയങ്ങളിൽ മൗനം പാലിച്ചിരുന്ന സിനിമാ താരങ്ങൾ പോലും ഇന്ന് അദ്ദേഹത്തിന് പിന്തുണയുമായി മുന്നോട്ട് വരികയാണ്. ജന്തർ മന്ദറിലേക്ക് ഒഴുകിയെത്തുന്ന ജനക്കൂട്ടം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല വിദേശത്ത് നിന്ന് പോലും സ്വന്തം ചെലവിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ അമീർ ഖാൻ അദ്ദേഹത്തെ അറിഞ്ഞിരുന്നോ ഇല്ലയോ എന്നത് ഇന്നത്ര പ്രധാനമല്ല. കാരണം ഇന്ന് ഇന്ത്യക്ക് സോനം വാങ്ചുക് ആരാണെന്നറിയാം. സിനിമയിലെ നായകനായിട്ടല്ല, സ്വന്തം രാജ്യത്തിന്റെ ഭാവിക്കായി വിശന്നിരുന്ന ഒരു മനുഷ്യനായി.